മറ്റൊരു വാർത്തയിലേക്ക്. സമസ്തയുടെ ഖത്തീബുമാരുടെ സംഘടനയായ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നാസർ ഫൈസി കൂടത്തായി രാജിവെച്ചു. ലീഗ് വിരുദ്ധ വിഭാഗം നാസർ ഫൈസിക്കെതിരെ നീങ്ങിയ സാഹചര്യത്തിലാണ് രാജി. സാദിഖ് അലി തങ്ങളെയും മുഷാവറ അംഗങ്ങളെയും അധിക്ഷേപിച്ച സംഘടനാ നേതാക്കൾക്കെതിരെ നടപടി വേണമെന്നും നാസർ ഫൈസി ആവശ്യപ്പെട്ടു. അസ്ലം ചേർന്നുണ്ട്. അസ്ലം, എന്തിനായിരുന്നു രാജി? സംസ്ഥയിലെ ലീഗ് അനുകൂല വിഭാഗത്തിലെ പ്രധാനപ്പെട്ട നേതാവ് നാസർ ഫൈസി കൂടത്തായി അവരുടെ മറ്റൊരു സംസ്ഥയുടെ പോഷക സംഘടനയായ ജമീയത്തുൽ കുത്തബ, സമസ്ത കേരള ജമീയത്തുൽ കുത്തബ, അതായത് ഇവിടെ കുത്തുബ നടത്തുന്ന വെള്ളിയാഴ്ചകളിൽ പ്രഭാഷണം നടത്തുന്ന പണ്ഡിതന്മാരുടെ ഒരു സംഘടനയാണ്. അതിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു നാസർ ഫൈസി കൂടത്തായി. കഴിഞ്ഞ ദിവസം നടന്ന അതിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നിരവധി ആൾക്കാർ, പ്രത്യേകിച്ച് ലീഗ് വിരുദ്ധ വിഭാഗത്തിലെ പല ആൾക്കാരും അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടു. അദ്ദേഹം സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് ആരോപണം ഉന്നയിച്ചു. ഇത്തരത്തിലൊരു കാര്യങ്ങളിലേക്ക് പോവുകയും അദ്ദേഹത്തിന്റെ രാജി പലരും ആവശ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് നാസർ ഫൈസി കൂടത്തായി ഇപ്പോൾ ജമീയത്തുൽ കുത്തബ എന്ന് പറയുന്ന ഖത്തീബുമാരുടെ സമസ്തയുടെ ഖത്തീബുമാരുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. അദ്ദേഹം ഉമർ മുസ്ലിയാർ എന്ന് പറയുന്നത് കൊയ്യോട് ഉമർ മുസ്ലിയാർ എന്ന് അതിന്റെ അധ്യക്ഷനെ രാജിക്കത്ത് അയച്ചിരിക്കുന്നു. മാത്രമല്ല ഈ സംഘടനയിൽപ്പെട്ട ചില ആൾക്കാർ സാദിഖ് അലി തങ്ങളെയും അതോടൊപ്പം തന്നെ സമസ്ത മുഷാവറ അംഗങ്ങളെയും അധിക്ഷേപിച്ചിട്ടുണ്ട്. അവർക്കെതിരെ കൂടി നടപടി വേണമെന്നും കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമസ്തയിൽ തുടരുന്ന ആഭ്യന്തര സംഘർഷങ്ങൾ അല്ലെങ്കിൽ ആഭ്യന്തര പ്രശ്നങ്ങളുടെ അതിന്റെ ഒരു വിഭാഗീയതയുടെ ഒരു തുടർച്ചയായിട്ടാണ് നാസർ ഫൈസിയുടെ രാജി കാണുന്നതെങ്കിലും മറ്റു കൂടുതൽ നടപടികളിലേക്ക്, ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് പോകുമെന്നുകൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും നാസർ ഫൈസി കൂടത്തായി സമസ്തയുടെ ഒരു പോഷക സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് രാജിവെച്ചിട്ടുണ്ട്. അതേസമയം അദ്ദേഹം SYSലും അതുപോലെ തന്നെ SMFലും സജീവമായി തന്നെ തുടരുകയാണ്.